നമ്മളെല്ലാരും കാത്തിരുന്നിട്ടുള്ള നമ്മുടെ യുവജത്തിന് ആൻസർ കീ ഇത് എത്തിയിട്ടുണ്ട്. ഈ ആൻസർ കീ അനുസരിച്ച് ആർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും മാർക്ക് കിട്ടുക. ഇതിൽ ഇനി ചെറിയ തിരുത്തുകളെ ഉണ്ടായിരിക്കുള്ളൂ. അത് നിങ്ങൾ കംപ്ലൈന്റ് കൊടുക്കുന്നതനുസരിച്ചായിരിക്കും തിരുത്തുകൾ ഉണ്ടായിരിക്കുക. അപ്പൊ ഏതെങ്കിലും ചോദ്യം കൊടുത്ത് തെറ്റാന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ അതിന്റെ കംപ്ലൈന്റ് കൊടുക്കണം. ആ കംപ്ലൈന്റ് അനുസരിച്ച് ചോദ്യം തിരുത്തിയിട്ടായിരിക്കും പിന്നെ എന്തെങ്കിലും ചേഞ്ചുകൾ വരുത്തുക. അല്ലെങ്കിൽ ഈ ആൻസർ കീ എന്താണോ അത് തന്നെ ആയിരിക്കും ഫൈനൽ ആൻസർ കീ ആയിട്ടും വരിക. നിങ്ങളുടെ മാർക്ക് തീരുമാനിക്കുന്നത് ഈ ആൻസർ കീ വെച്ചിട്ടായിരിക്കും. അപ്പൊ ഈ ആൻസർ കീ പ്രകാരം നിങ്ങൾക്ക് എത്ര മാർക്ക് ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ കമന്റ് ബോക്സിൽ ഇടാൻ വേണ്ടി മറക്കാതിരിക്കാട്ടോ. നമ്മൾ മലയാളം ഫസ്റ്റിന്റെ സെറ്റ് എക്കാർ ആൻസർ, സെറ്റ് ബിക്കാർ ആൻസർ, സെറ്റ് സിക്കാർ ആൻസർ, സെറ്റ് ഡിക്കാർ ആൻസർ, അങ്ങനെ എല്ലാ സെറ്റിന്റെയും ആൻസറുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി മലയാളം ഫസ്റ്റ് അല്ല എടുത്തത്, അതിന് പകരം തമിഴാണ് എടുത്തതെങ്കിൽ തമിഴ്ക്കാരെ സെറ്റ് എ ബി സി ഡി അതിന് ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി കന്നഡ എടുത്ത ആൾക്കാരാണെങ്കിൽ കന്നഡ എടുത്ത ആൾക്കാര് സെറ്റ് എ ബി സി ഡി ആൻസറുകൾ കൊടുത്തിട്ടുണ്ട്. ഇനി പകരം അറബി എടുത്ത ആൾക്കാരാണെങ്കിൽ അറബിയുടെ ആൻസറുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി ഉറുദു എടുത്ത ആൾക്കാരാണെങ്കിൽ ഉറുദുയുടെ ആൻസറും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി അഥവാ സംസ്കൃതം എടുത്ത ആൾക്കാരാണെങ്കിൽ സംസ്കൃതത്തിന്റെ ആൻസറും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ പോസ് ചെയ്തിട്ട് നിങ്ങളുടെ ആൻസർ കറക്റ്റ് ആണോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക കേട്ടോ. ഇനി അടുത്തത് മലയാളം സെക്കൻഡിന്റെ ആൻസർ കീ ആണ് സെറ്റ് എ ബി സി ഡി. ഓരോ സെറ്റിന്റെയും ആൻസർ കീകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മുടെ തമിഴിന്റെ ആൻസർ കീ ആണ്. തമിഴിന്റെ ആൻസർ കീയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് വരുന്നത് കന്നഡയാണ്. കന്നഡ സെക്കൻഡ് ലാംഗ്വേജ് എടുത്തിട്ടുള്ള ആൻസർ കീ ആണിത്. കന്നഡയുടെ ആൻസർ കീ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് വരുന്നത് നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്ന മാത്സിന്റെ ആൻസർ കീ ആണ്. മാത്സിന്റെ ആൻസറുകൾ ഇങ്ങനെയാണ് വരുന്നത്. ഇതിലങ്ങനെ ചോദ്യങ്ങളൊന്നും ഡിലീറ്റ് ആവാൻ ചാൻസ് ഒന്നും ഇല്ല അല്ലേ? എല്ലാ ചോദ്യങ്ങളും ശരി തന്നെ ആയിരുന്നു. അപ്പൊ നോക്കുക, തെറ്റ് എക്കാർ ആൻസർ, ബിക്കാർ ആൻസർ, സിക്കാർ ആൻസർ, ഡിക്കാർ ആൻസർ, ഏതെങ്കിലും ചോദ്യം തെറ്റായിട്ടാണോ ഇതിൽ കൊടുത്തതെന്ന് ശരിക്കും നോക്കുക. എന്നിട്ട് എന്തെങ്കിലും കംപ്ലൈന്റുകൾ ഉണ്ടെങ്കിൽ കൊടുക്കുക. എങ്ങനെ കംപ്ലൈന്റ് കൊടുക്കാനുള്ള ഫോർമാറ്റ് ഒക്കെ ഈ മാസം അവസാനം ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇനി അടുത്തത് ഇംഗ്ലീഷിന്റെ ആൻസർ കീ ഇതാണ് വരുന്നത്. സെറ്റ് എ ബി സി ഡി എല്ലാത്തിനും ആൻസറുകൾ ഉണ്ട്. ഇനി അടുത്തത് എന്താണ്? നമ്മൾ ബേസിക് സയൻസിന്റെ ആൻസർ ആണ്. ബേസിക് സയൻസിന്റെ ആൻസർ ഈ രൂപത്തിലാണ് വരുന്നത്. എല്ലാ സെറ്റിന്റെയും ആൻസറുകൾ ഉണ്ട്. ഇനി അടുത്തതായിട്ട് വരുന്നത് സോഷ്യൽ സയൻസിന്റെ ആൻസർ ആണ്. സോഷ്യൽ സയൻസിന്റെയും എല്ലാ സെറ്റിന്റെയും ആൻസറുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും നമ്മുടെ എല്ലാ വിഷയങ്ങളായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ആൻസർ കീ ആയിട്ട് വരുന്നത്. ഇതിൽ എന്തെങ്കിലും തെറ്റുണ്ട്, നിങ്ങൾക്കൊരു ചോദ്യം ഉറപ്പാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് തെറ്റാണ്, നിങ്ങൾ എഴുതിയിട്ടുള്ളതാണ് ശരി, അങ്ങനെ നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മാഷ് കാണിക്കുന്ന ഫോർമാറ്റിൽ അത് ഇതിൽ കാണിക്കുന്ന അഡ്രസ്സിലോട്ട് അയച്ചു കൊടുത്താൽ മതി. അപ്പൊ ഫോർമാറ്റ് നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരാം. നമ്മൾ ആൻസർ കീ കൊടുക്കുന്ന ഫോർമാറ്റ് ഇത് ഈ രൂപത്തിലാട്ടോ. അപ്പൊ ഇത് വായിച്ചു നോക്കുക. ഇതിന് പറഞ്ഞിട്ടുള്ള അഡ്രസ്സിലോട്ട് ഈ ഫോർമാറ്റിൽ നിങ്ങൾ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്നത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ആ ചോദ്യം ഉറപ്പായിട്ടും ഡിലീറ്റ് ചെയ്യും. അല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ ആണ് കറക്റ്റ് എങ്കിൽ ഇതിൽ പറഞ്ഞിട്ടുള്ള പോലെ ഓപ്ഷൻ മാറി വരും. അങ്ങനെയാണ് നമ്മൾ ഫൈനൽ ആൻസർ കീ വരിക. അപ്പൊ നിങ്ങൾ കൊടുത്തിട്ടുള്ള കംപ്ലൈന്റ് അനുസരിച്ചാണ് ഫൈനൽ ആൻസർ കീയിൽ മാറ്റം ഉണ്ടാകുന്ന കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഈ കംപ്ലൈന്റ് ഫോർമാറ്റ് എങ്ങനെയാണ്? ഏത് ചോദ്യമാണോ എനിക്ക് തെറ്റ് തോന്നുന്നത് ആ ചോദ്യത്തിന്റെ മാർക്ക്, ആ ചോദ്യത്തിന്റെ നമ്പർ ഇവിടെ കൊടുക്കുക. നമ്മുടെ പ്രൊവിഷണൽ ആൻസർ കീയിൽ അത് ഏത് ഓപ്ഷനാണ് കൊടുത്തു വെച്ചാൽ ആ ഓപ്ഷൻ ഇവിടെ കൊടുക്കുക. ശരിക്കുള്ള നിങ്ങൾക്ക് തോന്നുന്നത് ഇതല്ല ശരി, ശരിക്കുള്ള ആൻസർ വേറെയാണ്, അങ്ങനെയാണെങ്കിൽ ആ ശരിക്കുള്ള ആൻസർ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അതും എന്തുകൊണ്ടാണത് ശരി അതും കൊടുക്കുക. അങ്ങനെ ഫോർമാറ്റിൽ ആണ് ഇത് മാർക്ക് ചെയ്യേണ്ടത്. ഈ ഫോർമാറ്റ് ഒക്കെ നിങ്ങൾക്ക് പ്രിന്റ് എടുക്കാൻ വേണ്ടിയിട്ട് എന്തായാലും നിങ്ങൾക്ക് വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലേക്ക് അയച്ചു തരും കേട്ടോ. നമ്മൾ ഇതിലുള്ള ഓരോ ആൻസർ കീന്റെ PDF-ഉം അതുപോലെ തന്നെ ഇതിന്റെ ഫോർമാറ്റ് ഒക്കെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നിങ്ങൾക്ക് അയച്ചു തരും. കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ അയച്ചാൽ ലിങ്ക് വെച്ചിട്ട് വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഷുവർ ആക്കുക. അതുപോലെ വാട്സ്ആപ്പ് ചാനലിലും നിങ്ങൾക്ക് ഇട്ട് തരുന്നതാണ്. വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിലും ജോയിൻ ചെയ്യുക. കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ ലിങ്ക് ഒക്കെ താഴെ നമ്മുടെ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ലിങ്ക് വെച്ചിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. പിന്നെ ടെൻഷൻ ഒന്നും അടിക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ നോക്കേണ്ട എക്സാം ആനുവൽ എക്സാം ആണ്. ആനുവൽ എക്സാം നന്നായിട്ട് പഠിക്കുക കേട്ടോ. അതിന് വേണ്ട ക്ലാസ്സുകളൊക്കെ ഈ ചാനലിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പൊ ടെൻഷനൊന്നും ഇല്ലാതെ തന്നെ യൂസ് കിട്ടിയവരൊക്കെ സന്തോഷിക്കുക. ഇനി കിട്ടാത്തവരെന്താ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഒരുപാട് ചാൻസുകൾ ഉണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ക്ലാസ്സുകൾ മിസ്സാക്കാതിരിക്കുക. ആനുവൽ എക്സാമിന് ഇത് എന്തായാലും ബാധിക്കരുത്. ഇതിന്റെ റിസൾട്ട് എന്താവട്ടെ നിങ്ങൾ ആനുവൽ എക്സാമിന് ബാധിക്കരുത് കേട്ടോ. അപ്പോൾ വൈകുന്നേരം ക്ലാസ്സുകൾ തരുന്നതാണ്. ആ ക്ലാസ്സുകളൊക്കെ കൃത്യമായിട്ട് കാണാം, എക്സാമിന് പോവുക. നമ്മുടെ ആനുവൽ എക്സാമിനൊക്കെ എന്തായാലും ഫുൾ മാർക്ക് മേടിക്കണം. നമുക്ക് ഇനി ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് കാണാം. ബൈ ബൈ.